ആരാ പ്യാരിയാദൻ? പ്യാരിയാദൻ? ആ പ്യാരിജാതൻ. ആ സാറേ ഞാൻ ആ സാറ് വിളിക്കുന്ന. ആ പ്യാരിജാതല്ലേ? അത് സാറേ പ്യാരിജാതൻ. ആ മന്ത്രിയുടെ ആരാ നിങ്ങള്? മന്ത്രിയുടെ വളരെ അടുത്ത ബന്ധുവാണ്. അതെയോ? എന്ത് ബന്ധം? ബന്ധു എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ കാർ ഓടിക്കണ ബാബുച്ചേട്ടനുണ്ടല്ലോ. അറിയില്ല. ആ ബാബുച്ചേട്ടൻ്റെ കൂട്ടുകാരൻ താമസിക്കണത് എൻ്റെ അമ്മാവൻ്റെ വീടിൻ്റെ അടുത്താണ്. അയ്യോ എങ്ങനെ? അത് മിനിസ്റ്ററുടെ വണ്ടി ഓടിക്കണ ബാബു സാറുണ്ടല്ലോ, ബാബുച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് ആണ് എൻ്റെ അങ്കിളിൻ്റെ കൂട്ടുകാരൻ താമസിക്കുന്നത്. അങ്ങനെയുള്ള അടുത്ത ബന്ധുവാണ്. ഓ അപ്പൊ അങ്ങനെ സാറ് വിളിച്ച് പറഞ്ഞു? സാറ് അങ്ങനെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ സാറിനെ കണ്ടാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇത് അംഗപരിമിതർക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്, അതും താൽക്കാലിക പോസ്റ്റാണ്. അതെ, അതുകൊണ്ടാണ് അങ്കിൾ എനിക്ക് വേണ്ടി വിളിച്ച് പറഞ്ഞത്. അല്ല നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും കണ്ടില്ലല്ലോ വരുമ്പോ? അയ്യോ ഒരു കാഴ്ചയിലൊന്നും തോന്നൂല സാറേ, കാലിനല്ല എൻ്റെ കുഴപ്പം. എൻ്റെ കൈക്ക് കുഴപ്പം, സർട്ടിഫിക്കറ്റ് ഉണ്ട്. കൈക്ക് എന്താണ് കുഴപ്പം സാറേ? ഇതുണ്ട്, ഈ ഇടത്തെ കൈൻ്റെ വിരൽ തമ്മിലേ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്, ജന്മന ഉള്ളതാണ് സാറേ. അത് വേർപെടുത്താൻ പറ്റില്ല. അത് ശരി. അല്ല ഇത് ഒരു ചെറിയ ഓപ്പറേഷൻ കൊണ്ടൊക്കെ വേണമെങ്കിൽ മാറ്റാമല്ലോ. അത് പക്ഷേ അപ്പോൾ ജോലി കിട്ടൂല സാറേ, ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഇത്ര ശതമാനം കിട്ടുന്നത്. ഇല്ല അങ്ങനെ പോരൂല, ജന്മന ഉള്ളതാണ്, അത് പോരൂല. ഇല്ല സാറേ, ഓണ പറയണ എന്തിനാ സാറേ? അല്ല നോക്കണ ഞാനേ എടുക്കും സാറേ. അല്ല അതിന്റെ ഇടയിൽ വോട്ടിംഗ് ഇല്ല സാറേ, തോന്നണേണ് സാറേ. ഓ അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഇത് കാരണം വേറെ തൊഴിലൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ജോലിയൊക്കെ വേറെ എടുക്കുന്നുണ്ട് സാറേ. എന്ത് ജോലി? പഞ്ചായത്തിലെ കോൺട്രാക്ട് പണിയുണ്ട്, പിന്നെ പന്തൽ സെറ്റ് വാടക കൊടുക്കുന്നുണ്ട്, കേബിൾ ടിവിയുടെ പരിപാടിയുണ്ട്. പൈസക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെയാ? പിന്നെ അച്ഛന് നിർബന്ധം കല്യാണം കഴിക്കുമ്പോൾ പറയാനൊരു സർക്കാർ ജോലി വേണമെന്ന്. അപ്പൊ അങ്കിളുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അങ്കിൾ ശരിയാക്കി തരാം, നീ ഒന്ന് വെറുതെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേതെല്ലാം ഒഴിവാക്കും? ഇല്ല ഇല്ല, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതേ കളയുള്ളൂ. ഇത് കളഞ്ഞിട്ട് ഇത് ലീവ് എടുക്കാമല്ലോ സാറേ, പിന്നെ അങ്ങോട്ട് എപ്പോഴെങ്കിലും വന്നാൽ പോരെ. ശരിക്കും എന്താണെന്നറിയോ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കണോ, നിങ്ങൾ അതിന് ഉത്തരം പറയണോ, അതൊക്കെയാണ് ഇന്റർവ്യൂ. അയ്യോ വേണ്ട സാറേ, തെറ്റിപ്പോവും. തെറ്റുമോ എനിക്കറിയാലോ, സാറ് വിളിച്ച് പറഞ്ഞാണ്ട് പിന്നെ ചോദ്യം പറഞ്ഞൊന്നും വേണ്ട, പോട്ടെ വിചാരിക്കാം. അപ്പൊ അറിയിക്കാം കേട്ടോ. പിന്നെ അവിടെ പുറത്ത് സുലോചന എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ കേട്ടോ. നിങ്ങളുടെ ആരാ സുലോചന? സാറ് വിളിക്കുന്നത്. പോയിട്ട് വരെ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായി? സൂപ്പറാണ്, കിട്ടും. ആർക്ക് കിട്ടുന്നു?